ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ എപ്പിസോഡ് 11 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓൺഗോയിങ് ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ ഓരോ എപ്പിസോഡ് വെച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. മാത്രമല്ല, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രേഞ്ചർ വന്ന്, അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആൾ വന്ന് നമ്മുടെ ഹീറോയിനെ പറ്റി, മീൻസ് സിലിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പോയതായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എന്താണ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ വെച്ച് അവളെ നമ്മൾ ഓപ്പറേഷന് കയറ്റാനായിട്ട് പോകും. ആ സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പറയുകയാണ്, അമ്മ പപ്പ ഞാൻ വന്ന് പോയിട്ട് വരുമ്പോൾ എൻ്റെ മോൺസ്റ്ററിനെ എല്ലാം ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. പോകുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ എന്താ പറയുന്നത് യുവിനെ ഡാഡിന്ന് വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ യു അങ്ങ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് കുഞ്ഞിപ്പെണ്ണ് യുവിൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ അമ്മയെ നല്ലപോലെ നോക്കിയേക്കണം, അമ്മയെ സങ്കടപ്പെടുത്തലെന്ന് പറഞ്ഞിട്ട് അവൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകും. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ സിലിയാണെങ്കിൽ നല്ല ടെൻഷനായി നിൽക്കുവാണ്. അതിനുശേഷം കുറച്ച് ദിവസം ശേഷം കാണിക്കുവാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയി, ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അവൾ ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കിൻഡർ ഗാർഡനിൽ ഒരു ക്യാമ്പിങ്ങിന് വേണ്ടി പോയ സമയത്ത് ഇപ്പോൾ ഈ പിള്ളേരുടെ കൂടെ എന്തുണ്ട്, അവരുടെ പേരൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ യുവും സിലിയും ഉണ്ട്. അപ്പോൾ യു വന്ന് ഒരു ഭാഗത്ത് ഒതുങ്ങി അവൻ ആ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുക. പക്ഷേ സിലി വന്ന് ഈ പിള്ളേരുടെ കൂടെ നിന്ന് എൻ്റെ മാലാക പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിള്ളേരുടെ കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും കുട്ടിച്ചെറുക്കനും വന്നിട്ട് പറയാണ്, പപ്പ എന്താ പപ്പയും പാപ്പ മാലാകയുടെ പോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാം, നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് യുവിനെ കുറേ കമ്പൽ ചെയ്യുമ്പോൾ യുവും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ സിലി ആണെങ്കിൽ ഒരു കുടയൊക്കെ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യു അവിടെ ഇരിക്കുന്ന സമയത്ത് അവന് ലോയറിൻ്റെ കയ്യിൽ നിന്ന് കോൾ വരുവാണ്. അവൻ ചെന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ലോയർ പറയുകയാണ്, നമുക്ക് നമ്മുടെ അടുത്ത പ്ലാന് എന്താണ് ആക്കിയാലോ, റെഡി ആക്കിയാലോ, ചെയ്താലോ, പ്രാക്ടിക്കൽ ആക്കിയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് യു പറയാം, ഇല്ല ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണ് എന്നെ പപ്പാന്ന് വിളിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, കുറച്ചും കൂടി കഴിയട്ടെ, സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാമെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ലോയറും അതുപോലെ തന്നെ നമ്മുടെ യുവും തമ്മിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതിന് വേണ്ടിയാണ് നമ്മുടെ എന്താ പറയുന്നത് സിലിയെ കല്യാണം കഴിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം കാണിക്കുവാണ് വീട്ടിൽ ചെന്നതിന് ശേഷം എന്താ പറയുന്നത് നമ്മുടെ സിലി വന്ന് പിള്ളേരുടെ അടുത്ത് ചോദിക്കുവാണ്, ഞാൻ ഇനി ജോലിക്ക് പോകട്ടെ, നിങ്ങളൊക്കെ കിൻഡർ ഗാർഡനിൽ പോവല്ലേ, ഞാൻ ഒരു ജോലി അന്വേഷിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ രണ്ട് പിള്ളേരും കുഞ്ഞിപ്പെണ്ണും കുട്ടിച്ചെറുക്കനും പറയും, അമ്മ പോവാം, എനിക്ക് കളിക്കാനാണെങ്കിൽ ചേട്ടനുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അമ്മ പോയി, എനിക്ക് ബോറടിക്കത്തൊന്നുമില്ലെന്ന് പറയണം. അവർ കുട്ടിച്ചെറുക്കൻ പറയണേ, ഇനി എനിക്ക് കുറേ കളിപ്പാട്ടം വാങ്ങിച്ചു തരുമല്ലോ അമ്മ എന്ന് പറഞ്ഞിട്ട് അവന് ഹാപ്പി ആവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചറെ കാണാനായിട്ട് പോവാണ് സിലി. എന്നിട്ട് പറയുവാണ്, ഞാൻ എന്താ പറയുന്നത് ഇത്രയും ദിവസം ഇവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ യുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എന്ന് വെച്ചാൽ യു എന്ന് വെച്ചാൽ വലിയൊരു കമ്പനി, മാവൂലിൽ എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ല, അഡ്വർടൈസിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ എന്താ പറയുന്നത് സിലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ടീച്ചറുടെ അടുത്ത് സിലി പറയുകയാണ്, എനിക്ക് അഡ്വർടൈസിങ് ഡിപ്പാർട്ട്മെൻറ്റൊന്നും ഇഷ്ടമല്ല, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് കുഞ്ഞുപെണ്ണിൻ്റെ ഓപ്പറേഷന് പൈസ വേണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. എനിക്ക് ജ്വല്ലറി മേക്ക് ചെയ്യാനോ ഡിസൈൻ മേക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, ഞാൻ ഈ ഇൻട്രസ്റ്റിൻ്റെ പിന്നാലെ പോകാമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടീച്ചർ പറയണം, അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടി, ഇനി നിനക്ക് ഒരു നല്ലൊരു കരിയർ കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സിലി ആലോചിക്കുകയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമ്മുടെ യുവിന് ശരിക്കും എന്നെ ഇഷ്ടമാണോ, അതോ അവൻ ചുമ്മാ പറയുന്നതാണോ, അതോ അവൻ എന്നെ ഇഷ്ടമില്ലാതെ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടീച്ചറുടെ അടുത്ത് പറയാം, ശരിയായി എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടിയേക്കുന്നതെന്ന് പറയണം. ഇവർ കോൺട്രാക്ട് മാരേജ് ചെയ്ത കാര്യമൊന്നും ടീച്ചറുടെ അടുത്ത് സിലി പറയുന്നില്ല. അത് കഴിഞ്ഞ് അന്ന് രാത്രി അവൾ കുത്തിയിരുന്ന് എവിടെയൊക്കെ ജ്വല്ലറി ഉണ്ടോ അവിടെയെല്ലാം തന്നെ ഡിസൈനറുടെ പോസ്റ്റിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട്, എനിക്ക് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, പക്ഷേ നമ്മുടെ സിലി വന്ന് ഡിസൈൻ ചെയ്യാം, അവൾക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാം, പക്ഷേ എങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡിസൈനറിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നും ആർക്കില്ല, സിലിക്കില്ല. അപ്പോൾ രാത്രി അവൾ റെസ്യൂം അതുപോലെ അവൾ ഉണ്ടാക്കിയ ഓരോ ഡിസൈൻസിൻ്റെ ഫോട്ടോ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പോഴൊക്കെ നമ്മുടെ എന്താ പറയുക യു വന്ന് നോക്കുന്നുണ്ട്, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഇവൾ ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ പോവാണ്. പിറ്റേന്ന് രാവിലെ അവൾ കയറിയിട്ട് ഏതെങ്കിലും റെസ്യൂമിന് റിപ്ലൈ തന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഒന്നിനും വന്നിട്ടില്ല. അപ്പോൾ അവൾ ആകെ എന്താ പറയുക നിരാശ. എന്നിട്ട് അവൾ വിചാരിക്കുക, എന്തായാലും എനിക്ക് ഡിസൈനറിൻ്റെ പോസ്റ്റ് കിട്ടിയില്ല, അപ്പോൾ അറ്റ്ലീസ്റ്റ് സെയിൽസിൻ്റെ പോസ്റ്റ് കിട്ടുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെയിൽസ് ഗേളിൻ്റെ പോസ്റ്റിലേക്ക് ഇതേ കമ്പനീസിനെ അവൾ അപ്ലൈ ചെയ്യുവാണ്. എന്നിട്ട് അവൾ നോക്കുന്ന സമയത്ത് ഒന്നും ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എന്താ പറയുക യു വന്ന് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സിലി പറഞ്ഞ് എൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കണമെന്ന്. അപ്പോൾ ഇവനിങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ ഇവന് മനസ്സിലാവും ഇവിടെ ഏതോ ഇതിനെ റെസ്യൂം അയച്ചേക്കുവാന്ന്, ഇതെല്ലാം ഇവൻ കണ്ടുപിടിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, അത് കഴിഞ്ഞ് സിലി ഒന്നും കൂടി നമ്മുടെ ഇമെയിലൊക്കെ നെറ്റൊന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്ക് മാവൂലി എന്ന് പറയുന്ന കമ്പനി, ഏത് കമ്പനി, നമ്മുടെ യുവിൻ്റെ കമ്പനിയിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്. അവൾ അവിടെ എന്താ പറയുന്നത് സെയിൽസ് ഗേളിൻ്റെ പോസ്റ്റിംഗ് ഓക്കെയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് അവൾ അങ്ങോട്ട് പോവുക. പക്ഷേ ഈ കാര്യം എന്തുണ്ടാവും, നമ്മുടെ ഇവൾ റെഡി ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സെക്രട്ടറി വന്നിട്ട് വന്ന് യുവിൻ്റെ അടുത്ത് പറയുകയാണ്, അവൻ കമ്പനി ഇരിക്കുന്ന സമയത്ത് പറയുകയാണ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ബാഡ് ന്യൂസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ യു പറയുകയാണ്, നീ ആദ്യം ഗുഡ് ന്യൂസ് പറയാണ്. അപ്പോൾ പറയാണ് മാവൂലി കമ്പനിക്ക് ആര് ചേരാനായിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ സിലി ചേരാനായിട്ട് വന്നിട്ടുണ്ട്. ബാഡ് ന്യൂസ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പറയും, നിങ്ങളെ കാണാനല്ല അവൾ വന്നേക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു വന്ന് സെക്രട്ടറി അടുത്ത് പറയുകയാണ്, അവൾ സെയിൽസ് ഗേൾ പോസ്റ്റിനല്ലേ വന്നിരിക്കുന്നത്, ഒരു കാര്യം ചെയ്യ്, അവളെ മാനേജർ പോസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇൻഫോം ചെയ്യുക. ആ മോള് മൊത്തം ഇവൻ്റെ കമ്പനി ഏരിയ, അതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ ഷോപ്പും നമ്മൾ ആര് പറയുന്നത് കേൾക്കത്തുള്ളൂ, യു പറയുന്നത് കേൾക്കത്തുള്ളൂ. അപ്പോൾ പറയാം ഏത് ഇവിടെ പോയി ജോലി ചോദിച്ചാലും മാനേജർ പോസ്റ്റ് തന്നെ അവൾക്ക് കൊടുക്കണം എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മുടെ സിലി അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത് അവർ കാണുമ്പോൾ അവർ
കയറാൻ പറയും. അപ്പോഴേക്കും സെക്രട്ടറി ഇൻഫോം ചെയ്ത് കാണും മാനേജർ ആവാം. അപ്പോൾ അവർ പറഞ്ഞിട്ട് പറയാം നിങ്ങൾക്ക് ഈ ജോലിയില്ല, സെയിൽസ് ഗേളിൻ്റെ ജോലി തരാൻ പറ്റില്ല, മാനേജർ പോസ്റ്റ് തരാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ സിലി പറയും വേണ്ട വേണ്ട, എനിക്ക് സെയിൽസ് ഗേളിൻ്റെ പോസ്റ്റ് മതി, മാനേജർ പോസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കും. എന്നിട്ട് അവൾ ഓരോ ഇതിലും കയറി ഇറങ്ങുന്ന സമയത്തും ഇവരിത് തന്നെ പറയും. ലാസ്റ്റ് ഒരു കടയിൽ കയറുന്ന സമയത്ത്, ഒരു ഷോപ്പിൽ കയറുന്ന സമയത്ത് അവരുടെ വായെന്ന് മനസ്സിലാവും നമ്മുടെ യു പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും മാനേജറിൻ്റെ പോസ്റ്റ്. അപ്പോൾ നമ്മുടെ സിലിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സെക്രട്ടറി വന്നിട്ട് പറയുവാണ് യുവിൻ്റെ അടുത്ത് നമുക്കൊരു ബാഡ് ന്യൂസ് ഉണ്ടെന്ന് പറയണേ. അപ്പോൾ യു ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ബ്രഹ്മ എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോങ്ങിൻ്റെ കമ്പനി കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നമ്മുടെ സിലി ജോലി അന്വേഷിച്ച് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കുവാണ് സിലി അവിടെ ചെന്നിട്ട് അവളുടെ ഇതൊക്കെ പറയുന്ന സമയത്ത് അവർ പറയും നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, പക്ഷേ നിങ്ങളുടെ ഈ ആളുകളിൽ കമ്മ്യൂണിക്കേറ്റുള്ള കഴിവും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നിങ്ങൾ ഇതിന് പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ട് അവരുടെ ആ ഒരു മാനേജറില്ലേ, ആ ഷോപ്പിലെ മാനേജർ വന്ന് നമ്മുടെ സിലിയെ വന്ന് അവിടുത്തെ എന്താ പറയുന്നത് അവിടുത്തെ സെയിൽസ് ഗേളാക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സിലി വരുന്നത് നമ്മുടെ യുവിനെ കാണാനാണ്. യുവിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകും കേട്ടോ. ഓൾറെഡി പറഞ്ഞിട്ടില്ല എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന്, പിന്നെ എന്തിനാണ് ഇടപെടാൻ നിൽക്കുന്നത്, പിന്നെ എൻ്റെ ലൈഫ് നോക്കാൻ എനിക്കറിയാം, അത് ആരും ഇടപെടേണ്ട കാര്യമില്ല, പിന്നെ എനിക്ക് അഡ്വർടൈസിങ് കമ്പനിയിലൊന്നും യാതൊരു താല്പര്യമില്ല, എനിക്ക് ഡിസൈനിങ് ഫീൽഡാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ അത് തന്നെ നോക്കിപ്പോന്ന് പറയണം. അപ്പോൾ യു പറയുന്നത് എനിക്കത് ചേരത്തില്ല, എനിക്കത് ശരിയാവത്തില്ലെന്ന് പറയുന്ന സമയത്ത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സിലി അവിടെ നിന്ന് പോവാണ്. അപ്പം നമ്മുടെ യു എൻ സെക്രട്ടറി വിളിച്ചിട്ട് പറയാം അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം. ഇപ്പോൾ അവൾ ബ്രഹ്മ കമ്പനി മീൻസ് നമ്മുടെ സോങ് ഓൾറെഡി അവൾ TC ചെയ്യും, അപ്പോൾ ആ കമ്പനിയിലല്ലേ അവൾ പോയേക്കുന്നത്, അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല പലതരത്തിലുള്ള കസ്റ്റമേഴ്സും പല രീതിയായിരിക്കും, അവളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവളുടെ മേലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് വിടുവാണ്. എന്നിട്ട് യുവ ആലോചിക്കുക ദൈവമേ അവൾ ഇനി എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരുന്ന ആലോചിക്കുക. അത് കഴിഞ്ഞ് കാണിക്കുവാണ് സിലി ചെന്ന് കഴിഞ്ഞ് നമ്മുടെ സിലി വന്ന് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ജ്യൂസ് കഴിക്കുവാണ്. ആ ടൈമിൽ ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടത്തേക്ക് ഇന്നലെ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് ഒരാൾ വന്നില്ല, അയാൾ വരുവാണ്. അയാളുടെ പേരാണ് ടിയാൻ കേട്ടോ. അപ്പോൾ ടിയാൻ വന്ന ഉടനെ പറയുവാണ് ദൈവം ഇത് എന്തൊരു കോയിൻസിഡൻസ് ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മുടെ കുട്ടിച്ചെറുക്കനെ കാണാതെ പോയില്ലായിരുന്നോ, അന്ന് ഗാർഡ്സ് കൊണ്ടുവന്ന് ആക്കിയെന്ന് പറഞ്ഞില്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇയാളാണ് മെയിനായിട്ട് ഈ ടിയാനാണ് വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിലിക്ക് ഓൾറെഡി ഇയാളെ പരിചയമുണ്ടല്ലോ, കണ്ടുപരിചയമുണ്ടല്ലോ. അപ്പോൾ പറയണം അവളും പറയും എന്തൊരു കോയിൻസിഡൻസാണ് പിന്നെയും കണ്ടല്ലോ, എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയും ഞാനിവിടെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് വന്നതാണ്. എന്നിട്ട് അയാൾ ഇരുന്ന് നമ്മുടെ സിലിയുടെ കൂടെ സംസാരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ സിലിയുടെ മുഖം ഇങ്ങനെ വല്ലായിരിക്കും കണ്ടിട്ട് ഇയാൾ ചോദിക്കുന്നത് സംഭവം എന്ന് ചോദിക്കുന്ന സമയത്തോട് പറയും എനിക്കൊരു എന്താ പറയുന്നത് ഡിസൈനിൽ സെയിൽസ് ഗേളിൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ വന്നത്, പക്ഷേ എങ്കിൽ എന്താ പറയുന്നത് എൻ്റെ വീട്ടിൽ ഫാമിലി അതിന് സപ്പോർട്ടല്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ആൾ ചോദിക്കുന്നത് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ ആൾ പറയും ഹസ്ബൻഡ് പറയുന്നത് ഇത്രയും ഒരു താഴ്ന്ന ജോലിക്ക് നീ പോകേണ്ട കാര്യമില്ലോ എന്ന്. അപ്പോൾ അയാൾ എടുത്തുകൊണ്ട് നമ്മുടെ സിലിയോട് പറയും ജോലി താഴ്ന്നതാണോ വലുതാണോ എന്നല്ല, നമ്മൾ അതിന് ഫസ്റ്റ് നമ്മൾ വേണം ആ ജോലിക്കൊരു എന്താ പറയുന്നത് ബഹുമാനം കൊടുക്കാമെന്ന് പറയും. അപ്പോൾ സിലി പറയും ഇത് ഞാൻ മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ച് പറയുകയാണ് നമുക്ക് ഫ്രണ്ട്സ് ആവാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോവാണ്. അപ്പോൾ ബായൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിലി അവിടെ നിന്ന് പോകണം. അപ്പോൾ നമ്മൾ ടിയാൻ മനസ്സേ ആലോചിക്കുവാണ് ഞാൻ ലാസ്റ്റ് നിന്നെ കണ്ടുമുട്ടിയിരിക്കുന്നു, ഞാൻ ഇത്രയും കാലം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി വിളിച്ചിട്ട് അവൻ്റെ സെക്രട്ടറി വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്യും. മാത്രമല്ല അവൻ ഒരു കാര്യം കൂടി പറയുകയാണ് ഇത്രയും കാലം ഞാൻ നിൻ്റെ അടുത്ത് മറച്ചു വയ്ക്കാൻ പറഞ്ഞില്ല ഞാൻ തിരിച്ചു വന്ന കാര്യം, ഇനി നീ ഇത് ഇൻഫോം ചെയ്യും, ന്യൂസിനെല്ലാം അറിയിച്ചോളൂ, മാവോലിൻ കമ്പനിക്ക് ഞാൻ തിരിച്ചു വന്നെന്നുള്ള കാര്യം അറിയിക്കാൻ പറയുകയാണ്. അപ്പോൾ ഇവൻ്റെ എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്, അത് പക്ഷേ പോകെ പോകെ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുന്നത് സോങ് ഒരു ബാറിലിടുന്ന ഡ്രിങ്ക്സ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ വിളിച്ചിട്ട് അറിയിക്കുകയാണ് നമ്മുടെ എന്താ പറയുന്നത് സിലി ഓൾറെഡി ഈ കമ്പനി ജോലി ചെയ്യാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവൾക്ക് വന്ന് നമ്മുടെ എന്താ പറയുക യു കോൾ ചെയ്തിട്ട് പറയുകയാണ് അവൾ നിൻ്റെ കമ്പനി ജോലിക്ക് വന്നിട്ട് അവളുടെ അടുത്ത് നീ ഒരു പ്രശ്നത്തിൽ നിൽക്കല്ലേ, അവൾ സമാധാനത്തോടെ ജോലി ചെയ്തോട്ടേന്ന്. പിറ്റേന്ന് രാവിലെ കാണിക്കണം നമ്മുടെ സിലി ആണെങ്കിൽ ജോലിക്ക് പോകാൻ പോകുന്നില്ല, അവിടെ ജോലി എല്ലാം ഓക്കെ ആയില്ലേ അവൾക്ക് നമ്മുടെ എന്താ ബ്രഹ്മ കമ്പനിയിൽ സോങ്ങിൻ്റെ കമ്പനിയിൽ. അപ്പോൾ അവളാണെങ്കിൽ നല്ല റെഡിയായിട്ടൊക്കെ പോകാട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങി വരുന്ന സമയത്ത് എന്താ പറയുന്നത് നമ്മുടെ യു കാറിൽ ഇങ്ങനെ പുറത്തോട്ട് തലയിട്ട് നോക്കും ഇവൾ കാറിൽ വരുമോ എൻ്റെ കൂടെ വരാമെന്ന്. അപ്പോൾ നമ്മുടെ സിലി ഇത് കാണുമെങ്കിലും കാണാത്ത പോലെ ഇങ്ങനെ പോകും കേട്ടോ. എന്നിട്ട് പോയിട്ട് അവളൊരു ബസ്സിൽ കയറിയിട്ട് അവൾ അവിടെ ഇരിക്കുമ്പോഴും എന്താ പറയുന്നത് നമ്മുടെ യു കാറും കൊണ്ടുവന്നിട്ട് ആ ബസ്സിനെ തന്നെ ഫോളോ ചെയ്ത് സൈഡിൽ വരും കേട്ടോ. അപ്പോഴും അവൾ മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോൾ ഈ ബസ്സിൽ അവൾ അവിടെ എത്തുന്ന വരെ നമ്മൾ എന്താ പറയുന്നത് യു ഇവളെ ഫോളോ ചെയ്ത് തന്നെ വരുവാണ്. ഇത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ യു എന്താ പറയുക അവൻ്റെ കമ്പനി ഓഫീസിലൊക്കെ എത്തി. ആ സമയത്ത് സോങ് നല്ല കട്ട കലിപ്പ് കയറി വന്നിട്ട് പറയുകയാണ് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവളെ ഞാൻ എന്താ പറയുന്നത് കളിയാക്കരുതെന്ന് പറഞ്ഞ് നീ എനിക്ക് ഇന്നലെ കോൾ ചെയ്ത് പറയുന്നു ചോദിക്കണം. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു ഓഫീസിൽ കയറി വന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഇച്ചിരി കാമായി സംസാരിക്കുന്നു പറഞ്ഞിട്ട് എന്താ പറയുന്നത് യു വന്ന് നമ്മുടെ സോങ്ങിനെ അവിടെ ഇരുത്തുവാണ്. അപ്പോൾ സോങ് പറയുകയാണ് ഞാനിപ്പോൾ എന്തോ വേണമെന്നാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ യു പറയുകയാണ് ഞാൻ ഇതുവരെ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചില്ല, ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേരിലൊരു കാര്യം ചോദിക്കാം, നീ ഒരിക്കലും അവൾ ഉപദ്രവിക്കരുത്, അവൾ സമാധാനത്തോടെ വർക്ക് ചെയ്തോട്ടെ,
എടുത്തോട്ടെ, അവളൊരു ജോലിക്ക് വേണ്ടിയല്ലേ വന്നത്, നീ അങ്ങനെ എടുത്താൽ മതി, നിനക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതൊന്നും കാണിക്കാൻ നിൽക്കണമെന്ന് പറയണം. അപ്പോൾ സൊങ് പറയണം, ഇത്രയും കാലമായിട്ട് നമുക്ക് ഇത്രയും പരിചയമുണ്ട്, എന്നിട്ട് പോലും നീ നിനക്ക് വേണ്ടി ഒരു കാര്യം ചോദിച്ചില്ല, പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ആ പെണ്ണിന് വേണ്ടി നീ എൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നല്ലേ, അവളെ നീ ഇതുവരെ ഡിവേഴ്സ് ചെയ്യാറായില്ല, എന്താ ഡിവേഴ്സ് ചെയ്യാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക യുവിൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ യു എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നൊരു കാര്യം പ്ലീസ് ഇതൊന്നും എനിക്ക് ചെയ്തതാന്നൊക്കെ പറയുന്ന സമയത്ത് സൊങ് ഒരു ഇതെന്നിട്ട് പറയുകയാണ്. സൊങ് പറയുവാണ്, ഓക്കെ എന്നാൽ ഒരു കണ്ടീഷൻ്റെ പുറത്ത് ചെയ്യാം, ഞങ്ങളുടെ കമ്പനിയിൽ ഇന്ന് വളരെ എന്താ പറയുന്നത് വളരെ വലിയൊരു കസ്റ്റമർ വരും, വലിയൊരു കസ്റ്റമർ വെച്ചാൽ നല്ല പൈസയുള്ള വലിയൊരു ഹൈ ക്ലാസ് കസ്റ്റമർ വരും. ആ കസ്റ്റമർ എന്തുവരും വന്ന ഒരു സാധനം പോലും വാങ്ങത്തില്ല. ആ കസ്റ്റമറിനെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാൻ നമ്മൾ സിലിയെ കൊണ്ട് ആവുകയാണെങ്കിൽ അവളെ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യട്ടെ, അതിന് ഞാനൊരു തടസ്സവും ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കത്തില്ലെന്ന് പറയണം. അപ്പോൾ യു അതിന് ഓക്കെ ആക്കുകയാണ്. എന്നിട്ട് പോകുന്ന സമയത്ത് എന്താ പറയുന്നത് യുവിൻ്റെ അടുത്ത് സൊങ് പറയാണ്, ഇത്രയും ഒരു കൂതറ വൃത്തികെട്ട പെണ്ണിനൊക്കെയാണോ നീ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, കാണാനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണേ. അപ്പോൾ ഇവൾ പോയാണ് യു എടുത്തിട്ട് നമ്മുടെ സിലിയുടെ ഫോട്ടോ നീട്ടുവാണ്. ഇവളെ കാണാൻ അങ്ങനെ വൃത്തികേടൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ലോ എന്ന് പറയണം. അത് കഴിഞ്ഞ് കാണിക്കുകയാണ് ഇവർ പറഞ്ഞ പോലെ ആ കസ്റ്റമർ നമ്മുടെ സിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ കസ്റ്റമറിന് അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ബഹുമാനം കേട്ടോ ആ ലേഡി എടുത്തപ്പോൾ ആ ലേഡി പറയണം, എനിക്ക് എൻ്റെ ഒരു കസിൻ്റെ മാരേജ് ഉണ്ട്, അതിന് വേണ്ടി ആ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ജ്വല്ലറി എടുക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ഓരോരോ ജ്വല്ലറി കാണിക്കും. അപ്പോൾ അതൊന്നും അവർ അനങ്ങത്തില്ല കേട്ടോ, എല്ലാം നോക്കും. ലാസ്റ്റ് നമ്മുടെ സിലി വന്നൊരു ജ്വല്ലറി കാണിച്ചിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജ്വല്ലറി വന്ന് എന്താ പറയുന്നത് ഒരു ഇച്ചിരി നോർമൽ ഫാഷനാണ്, പക്ഷേ എങ്കിൽ ഇച്ചിരി നല്ലൊരു മോഡലാണ്. അപ്പോൾ അവൾ അതിൻ്റെ ഇതൊക്കെ ഇതാക്കും കേട്ടോ. എന്നിട്ട് പറയും, മാഡം അപ്പോൾ ഈ കസ്റ്റമർ വന്ന് നമ്മുടെ സിലി അടിച്ചു ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എനിക്ക് ഈ ഒരു മോഡൽ, ബാക്കി എല്ലാവരും ഡിഫറെൻറ്റ് ആയിട്ടുള്ള മോഡലാണ് കാണിച്ചത്, നിങ്ങൾ ഈ മോഡൽ തന്നെ എനിക്ക് കാണിച്ചു തരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ സിലി പറയും, വേറെ ഒന്നുമില്ല, നിങ്ങളുടെ വന്ന് കൂൾ സ്കിൻ ടോണാണ്, അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ കൊണ്ടുവന്നത്, നിങ്ങളുടെ സ്കിന്നിൽ ഇത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയണം. അപ്പോൾ നമ്മുടെ സിലി ഈ പറഞ്ഞത് കേട്ടിട്ട് ഇവർ ഇമ്പ്രസ് ആവുകയാണ്. എന്നിട്ട് അവർ പറയണം, ഓക്കെ ഞാൻ വാങ്ങിക്കാം, പക്ഷേ ഈ ജ്വല്ലറി അല്ല ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്, നിൻ്റെ ബാഡ്ജിൽ ഒരു ബാഡ്ജ് കുത്തിക്കൊണ്ട് നടക്കത്തില്ല മനസ്സിൽ, ആ ബാഡ്ജ് നീ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ അത് എത്ര പൈസ തന്നിട്ട് വേണമെങ്കിലും വാങ്ങിക്കാമെന്ന് പറയണം. അപ്പോൾ സിലി പറയണം, സോറി മാഡം, ഈ ബാഡ്ജ് ഞാൻ വിൽക്കത്തില്ല. ഇത് പറയുന്നതോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തുണ്ടാവും, ഈ കസ്റ്റമർ ഈ ഒരു ജ്വല്ലറി വാങ്ങുമോ, നമ്മുടെ സിലിക്ക് അവിടെ ജോലി കിട്ടുമോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം. നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ.